അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെങ്ങള് കടന്നു വരികയാണ്. അവിടുത്തെ കോടതിയിൽ വന്നിട്ട് പരാതി പറയുകയാണ്. സൗജി യഖൂമുൽ ലൈല വ യഖൂമുൻ നഹാർ. എന്റെ ഭർത്താവ് അദ്ദേഹം പകല് മുഴുവനും നോമ്പുകാരനാണ്, രാത്രി മുഴുവനും നിസ്കാരക്കാരനാണ്. പകല് മുഴുവനും നോമ്പുകാരനാണ്, രാത്രി മുഴുവനും നിസ്കാരക്കാരനാണ്. അന്നേരത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ ഭർത്താവ് എത്ര നല്ല ഭർത്താവാണ്, നിന്റെ ഭർത്താവ് എത്ര നല്ല ഭർത്താവാണ്. അന്നേരത്ത് മഹാനായ പണ്ഡിതനായ കഅബ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് നിൽപ്പുണ്ട്. അവിടുന്ന് പറയുകയാണ്, തങ്ങളെ മദ്ഹ് പറഞ്ഞതല്ല, ഭർത്താവിനെ പറ്റി മദ്ഹ് പറഞ്ഞതല്ല, ഭർത്താവിനെ പറ്റി ആ പെങ്ങൾ വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞതാണ്, പരാതി ബോധ്യപ്പെടുത്തിയതാണ്, പരാതി ബോധിപ്പിച്ചതാണ്. എന്താണ് പരാതി? അന്നേരത്തെ മറയ്ക്ക് പിന്നിൽ നിന്ന് പെണ്ണ് പാടുകയാണ്, യാ അയ്യുഹൽ ഖാദിൽ ഹകീമു റുഷ്ദുഹു അൻവാ ഖലീലി അൻ ഫിറാശി മസ്ജിദു സഖാദഹു ഫീ മഗ്ജഇ തഅബ്ബുദു ഫഖദിൽ ഖലാഖഹു വലാ തറദ്ദുഹു നഹാറുഹു വലൈലുഹു ലാ യർഖുദു ഫലസ്തു ഫീ അംറിൻ നിസാഇ അഹ്മദു. ഓ തങ്ങളെ, എന്റെ ഭർത്താവ് മണിയറയെ വിട്ടിട്ട് പള്ളിയെ പ്രണയിച്ചിരിക്കുകയാണ്, എന്റെ ഭർത്താവ് കിടക്കയെ വിട്ടിട്ട് മുസല്ലയെ പ്രണയിച്ചിരിക്കുകയാണ്. നിങ്ങളിതിന് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് നിങ്ങളുടെ വിധി പറയണം തങ്ങളെ. എന്റെ ഭർത്താവിന്റെ രാത്രികൾ നിദ്രാവിഹീനമാണ്. അല്ലാഹുവിന്റെ ദർബാറിൽ അദ്ദേഹം ഇബാദത്തിൽ അഭിരമിക്കുന്നയാളാണ്, ആത്മീയ സഭയിൽ ആറാടുന്നയാളാണ്. എന്നെ പരിഗണിക്കാറില്ല, എന്റെ കിടക്കയിൽ എന്നെ സമീപിക്കാറില്ല, എന്റെ അവകാശങ്ങൾ എനിക്ക് നിർവഹിച്ചു തരാറില്ല. അദ്ദേഹം നല്ലയാളാണ്, പക്ഷേ എന്റെ വിഷയത്തിൽ അദ്ദേഹം അശ്രദ്ധനാണ്. രാത്രിയിൽ അദ്ദേഹം നിസ്കാരക്കാരനാണ്, പകലിൽ അദ്ദേഹം നോമ്പുകാരനാണ്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സഹാബിയെ വിളിപ്പിക്കുകയാണ്. അവിടുന്ന് കടന്നു വന്നിട്ട് പറഞ്ഞു, എന്തുപറ്റി? നിന്നെപ്പറ്റി നിന്റെ പെണ്ണ് പരാതി പറയുകയാണ്. അവൾക്ക് എന്തിന്റെ കുറവാ തങ്ങളെ? നല്ല വീട് ഞാൻ ഉണ്ടാക്കി കൊടുത്തോ, അവൾക്ക് നല്ല വസ്ത്രം ഞാൻ മേടിച്ചു കൊടുത്തോ, അവൾക്ക് നല്ല ഭക്ഷണം ഞാൻ ഒരുക്കി കൊടുക്കാറുണ്ട്. ഇനി എന്തിന്റെ കുറവാ തങ്ങളെ? എടാ മോനെ, വീടും വസ്ത്രവും ഭക്ഷണവും മാത്രവും കൊടുത്താ പോരാ. إن لك عليك حق يا رجل إن لك عليك حق يا رجل نصيبها في أربع لمن عقل فأعطها ذاك ودع عنك العلل فإن لزوجك عليك حقا. നിന്റെ ഭാര്യയോട് കടപ്പാടുള്ളവനാണ്. നീ പകലിൽ പെണ്ണെ കെട്ടിയിട്ട് നോമ്പെടുത്താ പോരാ, നിസ്കരിച്ചാ പോരാ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അവകാശം നീ പൂർത്തിയാക്കേണ്ടവനാണ്. ആ സഹാബി പറഞ്ഞു, സഖാദനി ഫിന്നിസാഇ ഫിൽ ഹജൽ ഇന്നംറുഅൻ നദ്ഹാലനി മാ നസൽ في سورة النحل وفي السبع الطول وفي كتاب الله تخفيف جليل. ഞാൻ ആലു ഇമ്രാൻ പാരായണം ചെയ്തു, സൂറത്തുൽ ബഖറ, സൂറത്തുൽ നഹ്ൽ തുടങ്ങിയ പ്രമുഖമായ പ്രധാനപ്പെട്ട കുറെ സൂറത്തുകൾ ഞാൻ ഓതി.
ഇതിലൊക്കെയും നരകത്തെ പറയുകയാണ്. നരകത്തിന്റെ ഭീകരമായ ഭീതിതമായ ശിക്ഷകളെ പരാമർശിക്കുന്നത് കേട്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമാണ്, വിഷമമാണ്. ഞാൻ എന്റെ ഭാര്യയെ മറന്നുപോയി, എന്റെ മണവാട്ടിയെ ഞാൻ മറന്നുപോയി, എന്റെ മണവറയെ ഞാൻ മറന്നുപോയി, ഞാൻ പള്ളിയെ പ്രണയിച്ചു പോയി, ഞാൻ മുസല്ലയെ ഇഷ്ടപ്പെട്ടു പോയി. തങ്ങളെ നേരത്തെ അവിടുന്ന് പറഞ്ഞു, നിന്റെ ഭാര്യയോട് നിനക്ക് കടപ്പാടുണ്ട്, ബാധ്യതയുണ്ട്. നീ ആ ബാധ്യത നിറവേറ്റേണ്ടവനാണ്. നസീബുഹാ ഫീ അർബഇൻ ലിമന്നക. 4 ദിവസങ്ങൾ കൂടുമ്പോൾ ഒരു ദിവസം നിന്റെ ഭാര്യയ്ക്കുള്ളതാണ്. അത് വിട്ടുകളഞ്ഞിട്ട് നിനക്ക് തോന്നിയതുപോലെ അവളുടെ പൊരുത്തമില്ലാതെ നീ നിസ്കരിച്ചാൽ, നീ നോമ്പെടുത്താൽ അല്ലാഹുവിന്റെ കോടതിയിൽ നീ കുറ്റക്കാരനാകുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് നല്ലവരിൽ നല്ലവരായ ജനങ്ങളെ, ഭാര്യയുടെ വിഷയത്തിൽ നമ്മൾ അല്ലാഹുവിനെ പേടിക്കണം. അവരെ ചീത്ത വിളിക്കാൻ പാടില്ല, അവരെ ഉപദ്രവിക്കാൻ പാടില്ല, അവരെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചവരിയടിക്കാൻ പാടില്ല, അവരുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് അവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും അപഹസിക്കാനും പാടില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ കുറ്റക്കാരാകും. നിങ്ങൾ എത്രയും നല്ലവരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? പകൽ മാന്യന്മാരായി നടക്കുന്നവരല്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവരാണെന്ന് ലോകൈക ഗുരു മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയമുള്ള ഭർത്താവിനോട് ഉള്ള കടപ്പാടുകളിൽ നീ ബോധ്യമുള്ളവളാകണം. പ്രവാസിയായ ഭർത്താവ് നിനക്ക് വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യുന്നത്. അവൻ ഗൾഫ് നാടിൽ പോയി കിടന്ന് കടം വീട്ടാനും വീട് വെക്കാനും മക്കളെ കെട്ടിക്കാനും നിനക്ക് ഭക്ഷണം തരാനും നിന്നെ സംരക്ഷിക്കാനും പോയി മരുഭൂമിയിലെ ഊഷര കൊടുങ്കാറ്റുകളെ അതിജയിച്ച് കഷ്ടപ്പെടുമ്പോൾ നീ നാട്ടിൽ ലക്ഷങ്ങളും ആയിരങ്ങളും ഷോപ്പിംഗ് മാളുകളിൽ അടിച്ചു പൊളിച്ച് കണ്ണി കണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു കൂട്ടി ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങിച്ച് അല്ലാഹുവിന് ധിക്കാരം കാണിച്ചാൽ നീ നരകത്തിന്റെ അവകാശിയാകുമ്പോളേ. ഭർത്താവിന്റെ തൃപ്തി മേടിച്ചാലേ നിനക്ക് സ്വർഗമുണ്ടാകൂ. ഭർത്താവിന്റെ തൃപ്തി സമ്പാദിച്ചാലേ നിനക്ക് സ്വർഗമുണ്ടാകൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെണ്ണന്മാരെ, നല്ലൊരു ഭാര്യയായി നിങ്ങൾ മാറണം. അല്ലാഹു നിനക്കും നിങ്ങൾക്കും